ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ തമ്പനയിൽ കണ്ട പോലെ ഒരു നോൺ മോഡുലാർ കിച്ചൺ കൗണ്ടർ ടോപ്പ് നമ്മളെങ്ങനെ ഓർഗനൈസ് ചെയ്യാമെന്നാണ് കേട്ടോ നോക്കണത്. ഇപ്പം നമ്മൾ പുതിയൊരു വീട് പണിയാണെന്നുണ്ടെങ്കിൽ കിച്ചണിന് നമ്മൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്തുള്ള ആളുകളുടെ പോലെ അല്ലായിരുന്നു പഴയ കാലത്ത്. അന്ന് കാലത്ത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കിച്ചണാണ് മിക്ക ആളുകളും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരുപാട് സൗകര്യങ്ങളുണ്ട്, ഒരുപാട് ക്യാബിനറ്റ്സ്, ഷെൽഫ്സ് എല്ലാം നമ്മൾ നമ്മുടെ കിച്ചണിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതുപോലെ റെന്റിന് മാത്രം കൊടുക്കാനായിട്ടും ഒക്കെ വീട് പണിയുന്ന സമയത്ത് അതിനുള്ള സൗകര്യങ്ങൾ ചിലപ്പോൾ കൊടുത്തു എന്ന് വരില്ല. അപ്പം നമ്മൾ നമ്മുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് അത് സൗകര്യപ്പെടുത്തി എടുക്കുകയാണ് ചെയ്യണത്. ഒരുപാട് വർഷം പഴക്കമുള്ളൊരു വീടാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഇപ്പം കിച്ചണിൽ നമുക്ക് മുകളിൽ മാത്രം ഒരു തട്ട് മാത്രമേ ഉള്ളൂ. അത്യാവശ്യ സാധനങ്ങളൊന്നും വെക്കാനായിട്ട് വേറെ ഷെൽഫുകളോ ഒന്നും തന്നെ ഇല്ല. യു ഷേപ്പിലുള്ള ഈ ഒരു കിച്ചണിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് കുറച്ചധികം വലുതാണ്. അപ്പം നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ കൗണ്ടർ ടോപ്പിൽ തന്നെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാന്നുള്ളതേ ഇവിടെ സാധ്യമാവുന്നുള്ളൂ. ആദ്യം തന്നെ കൗണ്ടർ ടോപ്പ് ഓർഗനൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ കോർണർ സ്റ്റാൻഡ് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യത്തിന് നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന സ്പൈസസ് ഉണ്ടല്ലോ, അതൊക്കെ ഇതിൽ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഇപ്പോൾ കുക്കിങ്ങിൻ്റെ സമയത്ത് പെട്ടെന്ന് ഉപയോഗിക്കേണ്ട സ്പൈസസ് ആണ് ഇപ്പോൾ ഇതിൽ വെച്ചിരിക്കുന്നത്. ഷുഗർ, അതുപോലെ ടീ പൗഡർ, പിന്നെ സോൾട്ട്, പിന്നെ അത്യാവശ്യ സ്പൈസസും മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഈ ഒരു കോർണർ ഷെൽഫിൽ വെച്ചു. അടുത്തതായിട്ട് ഈ ഒരു ഓർഗനൈസർ, നമ്മളിപ്പോൾ മേക്കപ്പ് ബ്രഷൊക്കെ ഓർഗനൈസ് ചെയ്യാനൊക്കെയാണ് നമ്മളിത് പൊതുവേ ഉപയോഗിക്കുന്നത്. നമുക്കിത് കിച്ചണിൽ ഉപയോഗിക്കാം. ഇങ്ങനെ സെഗ്മെന്റ്സ് വരുന്ന, ഇങ്ങനെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ഓർഗനൈസറാണ് കേട്ടോ. ഈ പ്രോഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. കുക്കിങ്ങിന് എപ്പോഴും ആവശ്യമായിട്ട് വരണം സ്പാച്ചുലാസും അതുപോലെ സ്പൂൺസും ഒക്കെയാണ് നമ്മൾ അതിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചത്. ഇപ്പം ഇവിടെ നമ്മളൊരു ചെറിയൊരു ഭരണി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കാണാനൊരു ലുക്കിനാണ് കേട്ടോ പഴയൊരു ഭരണി വെച്ചത്. നൈവ്സും അതുപോലെ കത്രിക, അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ നമുക്ക് കുക്കിങ്ങിന് പെട്ടെന്ന് ആവശ്യം വരുന്ന സാധനങ്ങൾ, അത് നമ്മൾ അതിൻ്റെ ഉള്ളിലും ഓർഗനൈസ് ചെയ്ത് വെച്ചു. അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ഓർഗനൈസർ ആട്ടോ. ഇത് നമ്മൾക്ക് ഇപ്പോൾ സ്റ്റേഷനറീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ഡ്രോൾസ് വരുന്ന ഈ ഓർഗനൈസർ. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ സ്പൂണുകൾ, ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഈ ഓരോ ഡ്രോയിൽ നമുക്ക് ഇട്ട് വയ്ക്കാം. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന സ്പൂണുകളൊക്കെ ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് സ്പൂണുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടു. പീലർ, അത്തരം ഐറ്റംസ്. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് അറിയോ, ഇതിൻ്റെ മുകളിൽ കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഈ ചെറിയ ചെറിയ കുപ്പികൾ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഹണി, അതുപോലെ നെയ്യ്, പിന്നെ എണ്ണ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ മുകളിലുള്ള സ്പേസിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചു. ഇപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ ലുക്ക് കാണുമ്പോൾ അറിയാം, കുക്കിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ വളരെ നീറ്റായിട്ട് തന്നെ കൗണ്ടർ ടോപ്പിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചു. ബാക്കി സ്പൈസസ് വെക്കാനായിട്ട് നമുക്ക് ഇതേ മുകളിൽ ഈ ഒരു തട്ടിൽ വെക്കാം കേട്ടോ. അതായത് റെയർലി നമ്മൾ ഉപയോഗിക്കുന്ന മസാല പൗഡറുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മുകളിൽ വെച്ചു. ഇനി നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ ലുക്ക് കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കാനായിട്ട് ഈ ഒരു സെറാമിക്കിൻ്റെ പോട്ട്, അതിൻ്റെ ഒരു കളറും ഒക്കെ കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഒരു ഡെക്കറേറ്റീവ് പീസ് എന്നുള്ള നിലയ്ക്ക് ആ ഒരു പോട്ടും നമ്മൾ അതിൻ്റെ സൈഡിൽ വെച്ചു കൊടുത്തു കേട്ടോ. ഇനി സിങ്കേരിയ കാണുമ്പോൾ അറിയാം, ഒരുപാട് പഴയ വീടായതുകൊണ്ട് തന്നെ ടാപ്പും ഒക്കെ പഴയ മോഡൽ ടാപ്പൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം സിങ്കിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വെക്കാനായിട്ട് ഈ ഒരു ഓർഗനൈസർ യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ഐക്കിയെന്ന് മേടിച്ചതാണ്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ. മിക്ക പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇതെങ്ങനെ വെക്കാന്നൊക്കെ ഉള്ളത് അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ഈ ഒരു ഷീറ്റിൽ അവർ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് ഉള്ളത് കൊണ്ട് തന്നെ വെള്ളം അതിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കില്ല കേട്ടോ. ഞാൻ ഇതേ സാധനം എൻ്റെ വീട്ടിൽ ബാത്റൂമിൽ ഇപ്പോൾ മോർ ദാൻ 3 months ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ബാത്റൂമിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലാണ് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, സെക്ഷൻ കപ്പ്, നമ്മൾ ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് തന്നെ എളുപ്പത്തിൽ ഫിക്സ് ചെയ്യാനും അതുപോലെ റിമൂവ് ചെയ്യാനും പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. റെന്റഡ് വീടുകളിലാണെങ്കിൽ നമുക്കറിയാം, അത്യാവശ്യത്തിന് സാധനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ആണി അടിക്കാനോ അല്ലെങ്കിൽ ഡ്രില്ല് ചെയ്യാനോ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പം ഇന്ന് കാണിക്കുന്ന ഓർഗനൈസേഴ്സ് ഒക്കെ നമുക്ക് ആണിയുടെയോ അല്ലെങ്കിൽ ഡ്രില്ലിൻ്റെയോ ഒന്നും സഹായം ഇല്ലാണ്ട് തന്നെ നമുക്ക് തന്നെ അത്യാവശ്യം വെച്ച് ഉപയോഗിക്കാനും റിമൂവ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ളതാണ്. ഇതിൻ്റെ സക്ഷൻ കപ്പിൽ നിന്ന് അതിൻ്റെ ആ ഫിലിം ഉണ്ടല്ലോ, അത് ഇതുപോലെ നമുക്ക് റിമൂവ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം വാളിൽ ഫിക്സ്ഡ് ആയി. അപ്പോൾ ഫ്ലാറ്റ് സർഫസസുകളിലാണ് ഇത് ഉപയോഗിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യണത്. വാളിൽ നിന്ന് ഇതെങ്ങനെ റിമൂവ് ചെയ്യാന്നുള്ളതും അവർ ഈ ഷീറ്റിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. നമുക്കിത് എളുപ്പത്തിൽ ഒരു സ്ഥലത്തുനിന്ന് ഊരി വേറൊരു സ്ഥലത്ത് ഫിക്സ് ചെയ്യാനും പറ്റൂട്ടോ.
സിങ്ക് ഏരിയയിലേക്ക് നമുക്ക് ആവശ്യമുള്ള സ്ക്രബ്ബേഴ്സ്, ഡിഷ് വാഷിംഗ് ലിക്വിഡ്, അത്തരം സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു ബാസ്ക്കറ്റിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പം നല്ല നീറ്റായിട്ട് നമ്മുടെ സിങ്ക് ഏരിയ നമ്മൾ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ ഒരു സൈഡ് നമ്മൾ നല്ല വൃത്തിയായിട്ട് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി മറ്റൊരു സൈഡിൽ നമുക്ക് അത്യാവശ്യം പാത്രങ്ങളൊക്കെ വെക്കാനായിട്ട് എങ്ങനെ ഓർഗനൈസ് ചെയ്യാൻ നോക്കാം കേട്ടോ. അവിടെയും നമ്മൾ ഇതുപോലെ തന്നെ നമുക്ക് വാൾ മൗണ്ട് ഒന്നും ചെയ്യാണ്ട് തന്നെ ഉപയോഗിക്കാവുന്ന ഓർഗനൈസേഴ്സ് വെച്ചിട്ടാണ് ആ ഒരു സ്പേസ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്പൈസസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചെന്നുണ്ടെങ്കിൽ അപ്പുറത്തൊരു സൈഡിൽ സിങ്ക് ഏരിയയുടെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ പാത്രങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ഒരു ചെറിയ സെറ്റപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു 2 സ്റ്റീൽ റാക്കുകളാണ് നമ്മൾ പാത്രങ്ങൾ, കപ്പുകളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ വലിയ പാത്രങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു തട്ടിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. ചെറിയ പാത്രങ്ങളൊക്കെ നമ്മളിങ്ങനെ കൗണ്ടർ ടോപ്പിൽ, അതായത് എപ്പോഴും എടുത്ത് ഉപയോഗിക്കേണ്ട പാത്രങ്ങൾ മാത്രമേ നമ്മൾ ഈ 2 സ്റ്റീൽ റാക്കുകളിൽ വെച്ചിട്ടുള്ളൂ. സിങ്കിൻ്റെ അടുത്തായതുകൊണ്ട് നമുക്കത് വാഷ് ചെയ്തിട്ട് നേരെ അതിലേക്ക് വെക്കാം പ്ലേറ്റ്സ് ഒക്കെ. ഈ റാക്കുകൾ രണ്ടും തന്നെ നമുക്ക് വാൾ മൗണ്ട് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ നമ്മൾ റെന്റഡ് ആയതുകൊണ്ട് വാൾ മൗണ്ട് ചെയ്യുന്നില്ല. പിന്നെ സിങ്കിന് അടുത്ത് തന്നെ വെച്ചേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാത്രങ്ങൾ, പ്ലേറ്റ്സ് ഒക്കെ നമ്മൾ എന്നും യൂസ് ചെയ്യുമ്പോൾ വാഷ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് അതിലേക്ക് തന്നെ എടുത്തു വെക്കാനായിട്ട് പറ്റുമല്ലോ. പിന്നെ മിക്സി നമ്മളൊരു മൂലയ്ക്ക് ആകെ ഒരു പ്ലഗ് പോയിന്റേ ഉള്ളൂ, അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ആ മിക്സി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി വലിയ പാത്രങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു തട്ടി തന്നെ കുറച്ച് വൃത്തിയായിട്ടൊന്ന് വെക്കുകയാണ്. ഫ്രൈയിങ് പാനുകളും പിന്നെ ദോശത്തവയൊക്കെ നമ്മൾ ഈ ഒരു സ്റ്റീൽ റാക്കിൽ തന്നെ ഓർഗനൈസ് ചെയ്ത് വെച്ചു കേട്ടോ. ഈ ഒരു കിച്ചണിൻ്റെ അപ്പുറത്തായിട്ടൊരു ചെറിയ വർക്ക് ഏരിയ ഉണ്ട്. അവിടെയും ഇതുപോലെ ഒരു ചെറിയ കൗണ്ടർ ടോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെയും ബാക്കി വലിയ പാത്രങ്ങൾ കുറച്ചൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിലും അവിടെയും സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ കുറച്ചൊക്കെ അവിടെയാണ് വെച്ചേക്കണേ. പിന്നെ ഈ ഒരു ഓർഗനൈസർ കണ്ടോ, ഈ ഓർഗനൈസറിൽ നമുക്ക് ഈ ചെറിയ ചെറിയ പാത്രങ്ങൾ ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് നമുക്ക് ഡ്രോ പോലെ, നമുക്കൊരു എക്സ്ട്രാ ക്യാബിൻ പോലെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനൊരു 3 ഡ്രോ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അത്യാവശ്യം പാത്രങ്ങളൊക്കെ എടുത്തു വെക്കാനായിട്ടും പറ്റും. ഇത് നമുക്ക് തുണികളും ഒക്കെ വെക്കാൻ പാകത്തിനുള്ള ഒരു ഓർഗനൈസറാണ് കേട്ടോ. അപ്പോൾ ഇത് ഹോം സെൻറ്ററിൽ നിന്ന് മേടിച്ചതാണ്. സിമിലർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്തേക്കാം. ഇതേ പ്രോഡക്റ്റ് നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ. ബോട്ടിൽ വെട്ടിയുണ്ടാക്കിയ ഒരു DIY ബാസ്ക്കറ്റ് ആണ് കേട്ടോ ഇത്. ത്രെഡ് വർക്ക് ഒക്കെ ചെയ്തെടുത്തിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഓയിൽ ബോട്ടിൽസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കണത്. സിങ്ക് ഏരിയയിൽ വാട്ടർ സ്പില്ലേജ് ഒക്കെ ഉണ്ടാവുമ്പോൾ അത് നമുക്ക് തുടച്ച് കളയാനായിട്ട് ഈ സ്ക്വീഷി ഓർഗനൈസ് ചെയ്യാനായിട്ട് സെൽഫ് അഡ്ഹസീവ് ഹുക്കാണ് ഉപയോഗിച്ചേക്കണേ. അപ്പോൾ റെന്റഡ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു സെൽഫ് അഡ്ഹസീവ് ഹുക്കുകൾ. പിന്നെ നമ്മളിത് ഈ വിൻഡോയുടെ അവിടെ ഒരു ചെറിയ പ്ലാന്റും കൂടി വെച്ചിട്ട്, ഒരു മണി പ്ലാന്റും കൂടി വെച്ചിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പ് ഓർഗനൈസേഷൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് പറ്റാവുന്ന രീതിയിൽ ചെറിയ ചെറിയ ഓർഗനൈസേഴ്സ് ഒക്കെ വെച്ചിട്ട് ഡ്രില്ല് ചെയ്യാണ്ടും അതുപോലെ റെന്റഡ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ഓർഗനൈസ് ചെയ്യാമെന്നാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത്. നമ്മുടെ കൗണ്ടർ ടോപ്പ് മനോഹരമായിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ പാകത്തിന് നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഇതിലും ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കഴിയുമായിരിക്കും. എനിക്ക് പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഞാനിത് ചെയ്തത്. എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ലേഡീസ് നോട്ട് പാഡിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.